ഗ്യാസ് സിലിണ്ടർ നൽകിയാൽ മൂന്നാറിലേക്ക് ട്രിപ്പ് വാഗ്ദാനം ചെയ്ത് ആലുവയിലെ സാഗർ ഹോട്ടൽ. വാണിജ്യ സിലിണ്ടറുമായി വന്നാൽ മൂന്നാർ റിസോർട്ടിൽ കുടുംബസമേതം താമസിക്കാമെന്നാണ് ഓഫറെന്ന് ഉടമ സഫീർ 24 പറഞ്ഞു. വിറകിന് 4 ഇരട്ടിയാണ് വില കൂടിയതെന്നും മറ്റു വഴിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു നീക്കമെന്നും ഹോട്ടൽ ഉടമ പറഞ്ഞു. പാചകവാതക ക്ഷാമം ഹോട്ടലുകളെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ആലുവയിലെ സാഗർ ഹോട്ടൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഓഫറാണ് നൽകുന്നത്. നിങ്ങളുടെ അടുത്ത് ഗ്യാസ് സിലിണ്ടർ ഉണ്ടെങ്കിൽ അത് ഈ കടയിൽ കൊടുത്താൽ മൂന്നാറിലേക്ക് ഒരു ട്രിപ്പാണ് ഓഫർ. മൂന്നാറിലേക്ക് ഒരു ട്രിപ്പും അവിടുത്തെ റിസോർട്ടിൽ ഒരു ദിവസത്തെ താമസവുമാണ് ഓഫറായി നൽകിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇങ്ങനൊരു ഓഫർ വയ്ക്കാനൊക്കെ ഉള്ളൊരു കാരണം? ഗ്യാസ് സിലിണ്ടർ അത്രയും കിട്ടാനില്ല. ഇപ്പോൾ പാചകം മുഴുവനായും അടുപ്പിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. കുടുങ്ങിയിട്ടായിരിക്കുമല്ലേ ഇങ്ങനെ ഒരു ഓഫർ വെച്ചത്? കടയുടെ ഉടമസ്ഥനാണ് ഷെരീഫ് പറയുന്നത്. അതെ, ഗ്യാസിന് ഭയങ്കര അതറിയാലോ, പ്രത്യേകിച്ച് ഞങ്ങൾ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. വിറകിലാണെങ്കിൽ വിറകിന് ഇപ്പോൾ അന്ന് ഞങ്ങൾ വാങ്ങുമ്പോൾ 4 രൂപയായിരുന്നു കിലോക്ക് ഉള്ളത്. ഇപ്പോൾ അത് 15-20 ആയി വിറകിൻ്റേത്. അത് മാത്രമല്ല, പണ്ടൊക്കെ വിറകടപ്പാണല്ലോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്ന് അതിനുള്ള സജ്ജീകരണം കിച്ചണിലുണ്ടായി. ഇന്ന് പുക പോകാനുള്ള സജ്ജീകരണം ഇല്ലല്ലോ. മറ്റേ എക്സോസ് ഫാൻ, മറ്റേ ചിമ്മണിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജോലിക്കാർ നിൽക്കൂല. മൂന്നാറിലേക്ക് ഒരു ദിവസത്തെ ട്രിപ്പ് അല്ലേ? മൂന്നാറിലേക്ക് ഒരു ദിവസത്തെ ട്രിപ്പ്. ഞങ്ങൾക്ക് ഹോട്ടൽ ഗ്യാസ് കൊണ്ടുതന്നാൽ മൂന്നാറിലേക്ക് ഒരു ദിവസത്തെ ട്രിപ്പ്. അപ്പോൾ ഇപ്പൊ എന്നാണ് ഇപ്പൊ ഈ ഓഫർ തുടങ്ങിയത്? ആരെങ്കിലും സിലിണ്ടർ? ഇന്നലെ മുതൽ. പലയാളും വിളിക്കുന്നുണ്ട്, വീട്ടിലെ ഗ്യാസ് മതിയോ. വീട്ടിലെ ഗ്യാസ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഹോട്ടലിലെ ഗ്യാസ് തന്നെ കിട്ടണം. വാണിജ്യ സിലിണ്ടറുമായിട്ട് വരണം. വാണിജ്യ സിലിണ്ടറായിട്ട് വരണം. 19 കിലോയുടെ സിലിണ്ടർ അല്ലെങ്കിൽ 17 കിലോയുള്ള കുഴപ്പമില്ല, പ്രൈവറ്റ്. ആഴ്ച തന്നെ മൂന്നാറിലേക്ക് പോകാൻ പറ്റുമോ? എപ്പോൾ വേണമെങ്കിൽ പോവാം. അവർക്ക് എപ്പോഴാണ് സൗകര്യം കുടുംബസമേതം മൂന്നാറിലേക്ക് പോവാം. കുടുംബസമേതമാണ്? അതായത് ഒരു ഭാര്യ, മക്കളുടെ മക്കള് അങ്ങനെ. ഇപ്പൊ എന്നിട്ട് ഈ ഗ്യാസ് കിട്ടാതെ ആയപ്പോ കുറച്ച് ദിവസം കട അടച്ചിട്ടേണ്ട അവസ്ഥ വന്നോ? അടച്ചിട്ടു കുറച്ച് ദിവസം. പിന്നെ മെയിനായിട്ട് ഇപ്പം തുറന്നത് ലാഭം ഉദ്ദേശിച്ചിട്ടല്ല. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് അടുത്തുള്ളതാണ്. ഈ വരുന്ന യാത്രക്കാർക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാനുണ്ടാവും. ഞങ്ങൾ ഹോട്ടൽ അടച്ചിട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ ബുദ്ധിമുട്ടും. ഞങ്ങൾ ഭക്ഷണം മാത്രമല്ല, ഒരു സർവീസും കൂടിയാണല്ലോ. വിറക് പൂർണ്ണമായിട്ട് ഇപ്പോൾ അടുപ്പിലാണ്, വിറകിലാണ്. ആൾക്കാർ വരുന്നുള്ള പ്രതീക്ഷയിലാണ്. ആൾക്കാർ വരുന്നുണ്ട്. അല്ല, സിലിണ്ടറായിട്ട് വരുന്നുള്ള പ്രതീക്ഷയിലാണ്. പലരും വിളിക്കുന്നുണ്ട്. വിളിച്ചതൊക്കെ മറ്റേ വീടുകളിലെ ഗ്യാസ് മതിയോ എന്ന് വെച്ചിട്ടാണ് വിളിച്ചത്. ഏതുവരെ ഈ ഓഫർ? നിങ്ങളുടെ ഞങ്ങൾക്ക് ഗ്യാസ് കിട്ടുന്നത് വരെ ഓഫറാണ്. അതായത് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നവരെ. ഗ്യാസ് കിട്ടുന്നത് വരെ ഈ ഓഫർ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ പൂർണ്ണമായിട്ടും അടുപ്പിലേക്ക് മാറിയിട്ടുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു വ്യത്യസ്ത ഓഫർ ആലുവയിൽ നിന്ന് വരുന്നത്. ഹരികൃഷ്ണനൊപ്പം വിപിൻ സി വിജയൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.